കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമം ഈ പ്രഭാതത്തിലും മഹത്വപ്പെടുമാറാകട്ടെ. മാതാപിതാക്കൾ, സഹോദരങ്ങൾ, കുഞ്ഞുങ്ങൾ എല്ലാവർക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ വന്ദനം അറിയിക്കുന്നു. യഹോവയുടെ വിശുദ്ധ നാമത്തെ സ്തുതിക്കുവാൻ നമ്മുടെ ദേഹം, ദേഹി, ആത്മാവ് എന്നിവ ഒരുപോലെ ഒരുക്കമുള്ളതായിരിക്കണം. ദൈവം ചെയ്ത സകല ഉപകാരങ്ങൾക്കും നമ്മുടെ ഹൃദയത്തിൻ്റെ അന്തർഭാഗത്തു നിന്നുള്ള നന്ദി പ്രകടനം നമ്മുടെ മനസ്സിനെ വിളിച്ചുണർത്തി ദൈവത്തെ സ്തുതിക്കുവാൻ നമ്മെ പ്രോത്സാഹിപ്പിക്കുന്നു. നമുക്ക് ലഭിക്കുന്ന ശാരീരിക ആരോഗ്യം, മാനസിക ആരോഗ്യം, കാഴ്ചശക്തി, കേൾവി, സംസാരശേഷി, വിശപ്പ് എന്നിവയ്ക്കൊന്നും നന്ദി പറയുവാൻ നാം പലപ്പോഴും മറക്കാറുണ്ട്. അത് ദൈവിക ദാനം എന്ന് കണക്കാക്കാറുമില്ല. എന്നാൽ എല്ലാറ്റിനും ഉപരിയായി ദൈവത്തെ സ്തുതിക്കേണ്ടത് നമ്മുടെ പാപം ക്ഷമിച്ച് കിട്ടിയതിനാണ്. കഠിന പാപങ്ങളെ ഹിമം പോലെ വെളുപ്പിക്കുന്നത് വലിയ ദൈവിക അത്ഭുതമാണ്. അത് ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൻ്റെ ആഴമാണ്. ആകയാൽ നാമും സാക്ഷികളുടെ ഇത്ര വലിയൊരു സമൂഹം നമുക്ക് ചുറ്റും നിൽക്കുന്നത് കൊണ്ട് സകല ഭാരവും, മുറുകെ പറ്റുന്ന പാപവും വിട്ട് നമുക്ക് മുമ്പിൽ വെച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെ ഓടുക. അങ്ങനെയാണെങ്കിൽ ദൈവസന്നിധിയിൽ നമുക്ക് ഒരുമിച്ച് പാടി ദൈവത്തെ മഹത്വപ്പെടുത്താം. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ദൈവമേ, അങ്ങേ സ്നേഹത്തിനായി നന്ദി കരേറ്റും അനുദിനവും, നാൾ തോറും നൽകുന്ന നന്മകൾക്കായി സ്തോത്രം പാടും അനുദിനവും. ദൈവമേ, അങ്ങേ സ്നേഹത്തിനായി നന്ദി കരേറ്റും അനുദിനവും, നാൾ തോറും നൽകുന്ന നന്മകൾക്കായി സ്തോത്രം പാടും അനുദിനവും. ഹല്ലേലൂയ, ഹല്ലേലൂയ, സ്തോത്രം പാടുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, സ്തോത്രം പാടുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, നന്ദി ചൊല്ലുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, നന്ദി ചൊല്ലുന്നു. വിശ്വാസയാത്രയിലേശുവെ നോക്കി വിശ്വാസ സ്ഥിരതര യാത്ര ചെയ്യാൻ, വീഴാതെ നിന്നിടം തളരാതെയോടുവൻ ശുദ്ധാത്മശക്തിയാൽ നിറയ്ക്കുമെന്നും. വിശ്വാസയാത്രയിലേശുവെ നോക്കി വിശ്വാസ സ്ഥിരതര യാത്ര ചെയ്യാൻ, വീഴാതെ നിന്നിടം തളരാതെയോടുവൻ ശുദ്ധാത്മശക്തിയാൽ നിറയ്ക്കുമെന്നും. ഹല്ലേലൂയ, ഹല്ലേലൂയ, സ്തോത്രം പാടുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, സ്തോത്രം പാടുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, നന്ദി ചൊല്ലുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, നന്ദി ചൊല്ലുന്നു. കാലം സമീപമെന്നോർത്തുകൊണ്ടേവരും തിടുക്കത്തിൽ വേല തികയ്ക്കുവാനും, വിത്തുകൾ വിതയ്ക്കുക ആർപ്പോടെ എങ്ങും കൊയ്ത്തിന്റെ നാഥനെ വരവേൽക്കാൻ. കാലം സമീപമെന്നോർത്തുകൊണ്ടേവരും തിടുക്കത്തിൽ വേല തികയ്ക്കുവാനും, വിത്തുകൾ വിതയ്ക്കുക ആർപ്പോടെ എങ്ങും കൊയ്ത്തിന്റെ നാഥനെ വരവേൽക്കാൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ, സ്തോത്രം പാടുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, സ്തോത്രം പാടുന്നു. ഹല്ലേലൂയ,
കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമം പിന്നെയും മഹത്വപ്പെടുമാറാകട്ടെ. അല്പസമയത്തെ ചിന്തയ്ക്കായിട്ട് അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനം 10-ാം അധ്യായം അതിൻ്റെ 3 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് വായിക്കാം. ഞങ്ങൾ ജഡത്തിൽ സഞ്ചരിക്കുന്നവർ എങ്കിലും ജഡപ്രകാരം പോരാടുന്നില്ല. ഞങ്ങളുടെ പോരിൻ്റെ ആയുധങ്ങളോ ജഡികങ്ങൾ അല്ല, കോട്ടകളെ ഇടിപ്പാൻ ദൈവസന്നിധിയിൽ ശക്തിയുള്ളത് തന്നെ. അവയാൽ ഞങ്ങൾ സങ്കല്പങ്ങളും ദൈവത്തിൻ്റെ പരിജ്ഞാനത്തിന് വിരോധമായി പൊങ്ങുന്ന എല്ലാ ഉയർച്ചയും ഇടിച്ചു കളഞ്ഞ് ഏത് വിചാരത്തെയും ക്രിസ്തുവിനോടുള്ള അനുസരണത്തിനായി പിടിച്ചടക്കി. ഹല്ലേലൂയ. ദൈവമക്കൾ ജഡശരീരത്തിലാണ് ജീവിച്ചിരിക്കുന്നത് എങ്കിൽ കൂടി ക്രിസ്തീയ പോരാട്ടങ്ങൾ ജഡപ്രകാരമോ ജഡത്തിൻ്റെ ലക്ഷ്യത്തിന് അനുസൃതമായോ ചെയ്യാനുള്ളതല്ല. ഇവിടെ പൗലോസ് ക്രിസ്തുവിനെ അറിഞ്ഞതിന് ശേഷം ലോകത്തിൽ മാനദണ്ഡങ്ങൾ അനുസരിച്ചല്ല ജീവിച്ചത്, പിന്നെയോ ആത്മാവിൻ്റെ നടത്തിപ്പനുസരിച്ചാണ് ജീവിച്ചത്. ഇതുപോലെ നാം ക്രിസ്തുവിനെ അറിയുന്നതിന് മുമ്പ് ആ പഴയ മനുഷ്യനെ അനുസരിച്ച് ജീവിക്കുകയും പോരാടുകയും ചെയ്തു. എന്നാൽ നാം ക്രിസ്തുവിനെ അറിഞ്ഞതിന് ശേഷം പുതിയ സൃഷ്ടിയായി മാറി. അങ്ങനെയാണെങ്കിൽ നാം ലോകത്തിന് അനുരൂപമായിട്ടല്ല ജീവിക്കേണ്ടത്, മറിച്ച് ആത്മാവിൻ്റെ നടത്തിപ്പനുസരിച്ച് ജീവിക്കുകയും പോരാടുകയും വേണം. ക്രിസ്തീയമായ പോരിൻ്റെ ആയുധങ്ങൾ ജഡികങ്ങളല്ല. ക്രിസ്തുവിൻ്റെ കൽപ്പനകളും ഉപദേശങ്ങളും അനുസരിച്ച് അവനെ അനുഗമിക്കുന്നവരാണ് യഥാർത്ഥ ക്രിസ്ത്യാനികൾ. അവരുടെ ലക്ഷ്യങ്ങൾ മഹത്വം, ശക്തി, സ്വാധീനത അഥവാ സാമർഥ്യം എന്നിവ ഉപയോഗിക്കുവാൻ പാടില്ല. അതിൽ നിന്നും വ്യത്യസ്തമായി കോട്ടകളെ ഇടിപ്പാൻ ദൈവസന്നിധിയിൽ ശക്തിയുള്ള മാർഗങ്ങളാണ് ഉപയോഗിക്കേണ്ടത്. അത് ജീവിക്കുന്ന ദൈവത്തിലുള്ള വിശ്വാസം, പ്രാർത്ഥന, ദൈവവചനത്തോടുള്ള അനുസരണം എന്നിവയാണ്. യേശുക്രിസ്തുവിൻ്റെ യഥാർത്ഥ പടയാളിയായ ഓരോ വ്യക്തിയുടെയും പ്രയോജനകരമായ ആയുധങ്ങളാണ് ഇവ. ഇവയിലത്രേ കോട്ടകൾ തകരുന്നത്. പ്രിയ ദൈവ പൈതലേ, സത്യത്തിന് വിരോധമായി വാദഗതികളോട് മനുഷ്യൻ്റെ നിഗളത്തോടു കൂടിയ യുക്തിവാദികൾക്കെതിരായി പടപൊരുതുന്ന ഒരു പടയാളിയായി നാം മാറണം. ഏത് വിചാരത്തെയും ക്രിസ്തുവിനോടുള്ള അനുസരണത്തിനായി പിടിച്ചടക്കുവാൻ നാം പ്രതിജ്ഞാബദ്ധരായിത്തീരണം. മാത്രമല്ല, സകല മനുഷ്യരുടെയും ഉപദേശങ്ങളും സിദ്ധാന്തങ്ങളും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ഉപദേശത്തിൻ്റെ വെളിച്ചത്തിൽ വിധിക്കപ്പെടേണ്ടതാകുന്നു. ആകയാൽ കോട്ടകൾ ഇടിപ്പാൻ ദൈവസന്നിധിയിൽ ശക്തിയുള്ള മാർഗങ്ങളെ നാം സ്വീകരിച്ചുകൊണ്ട് സാത്താന്യ ശക്തികളെ തകർക്കുവാനും മനുഷ്യ മനസ്സിലെ ദുഷ്ടചിന്തകളെ കീഴടക്കുവാനും അങ്ങനെ ആത്മാവിൽ പൊരുതുവാനും നമുക്ക് കഴിയണം. ആധ്യാത്മിക ആയുധങ്ങൾക്ക് ദൈവശക്തിയുണ്ട്. അത് സാത്താൻ്റെ തന്ത്രങ്ങളെ നശിപ്പിക്കുന്നതാണ്. എന്നാൽ നമ്മുടെ ശത്രു മനുഷ്യനല്ല, സാത്താനാണ്. മനുഷ്യർക്ക് ഉപയുക്തമായ ആയുധങ്ങൾ സാത്താന് എതിരായി ഉപയോഗിക്കുന്നത് മൗഢ്യമാണ്. പകരം നീതി, പ്രകാശം, വിശ്വാസം, ദൈവവചനം എന്ന വാൾ എന്നീ ആത്മീക ആയുധങ്ങളുടെ സഹായത്തോടെ സാത്താൻ്റെ ശക്തികളെ നമുക്ക് അതിജീവിക്കാം. അതുകൊണ്ട് ഈ പ്രഭാതത്തിലും ദൈവത്തിന്
നമ്മോട് പറയുവാനുള്ള ഒരു ആലോചനയുണ്ട്. ഇരമ്യ പ്രവചനം 1 അധ്യായം അതിൻ്റെ 10 വാക്യം ഇങ്ങനെ പറയുന്നു: നിർമൂലമാക്കുവാനും പൊളിപ്പാനും നശിപ്പിപ്പാനും ഇടിച്ചു കളയുവാനും പണിയുവാനും നടുവാനും വേണ്ടി ഞാൻ നിന്നെ ഇന്ന് ജാതികളുടെ മേലും രാജ്യങ്ങളുടെ മേലും ആക്കി വച്ചിരിക്കുന്നു എന്ന് യഹോവ എന്നോട് കൽപ്പിച്ചു. ഹല്ലേലൂയ. ഇന്ന് പ്രഭാതത്തിൽ ദൈവം നമ്മളോട് ശക്തമായി ഇടപെട്ടു. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ വചനം, അല്ലെങ്കിൽ ആ ദൈവവചനം, നമ്മുടെ ഇരുവായ് തലവാളിനേക്കാൾ മൂർച്ചയേറിയ ആ വചനം, അസ്ഥിമജ്ജ മാംസങ്ങളെ തുളച്ചു കയറുന്ന ആ വചനം, അത് ക്രിയ ചെയ്തേക്കിട്ട് സ്വർഗത്തിലേക്ക് മടങ്ങിപ്പോകുന്നുവെങ്കിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇന്ന് നമ്മളോട് പറഞ്ഞ ഒരു കാര്യമുണ്ട്. നമ്മുടെ പോരിൻ്റെ ആയുധം ജഡികങ്ങളല്ല. ഹല്ലേലൂയ. അതെ, നമുക്ക് നമ്മുടെ കായിക ബലമോ അല്ലെങ്കിൽ നമ്മുടെ മാനസിക ബലമോ നമ്മുടെ ശാരീരികവും മാനസികവുമായുള്ള ആ ബലം കൊണ്ട്, അല്ലെങ്കിൽ നമുക്ക് ആ ഒരു വ്യക്തിയെ ജയിക്കാൻ അല്ലെങ്കിൽ വ്യക്തികളെ ജയിക്കുവാൻ കഴിയും, അല്ലെങ്കിൽ എനിക്ക് അതിനുള്ള ശക്തിയുണ്ട് എന്നൊക്കെയുള്ള ആ ഞാനെന്ന ഭാവവും ആ നിഗളവും ഉണ്ടല്ലോ, അത് ദൈവത്തിന് ഏറ്റവും വിരോധമാണ്. ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാണ്. പിന്നെ നമ്മൾ ക്രിസ്തു നിമിത്തം ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. ഇനിയും ജീവിക്കുന്നത് ആരാണ്? ക്രിസ്തുവാണ് നമ്മളിൽ ജീവിക്കുന്നത്. പലപ്പോഴും ഹല്ലേലൂയ, നമ്മുടെ ജീവിത യാത്രയിൽ നമ്മൾ ഉൾപ്പെടെ ഉള്ള വ്യക്തികൾ ഒരു സമയത്ത് ഹല്ലേലൂയ പകരത്തിന് പകരവും, അല്ലെങ്കിൽ ഹൃദയത്തിൽ വളരെയധികം ദേഷ്യവും വാശിയും പകയും ഒക്കെ വെച്ചുകൊണ്ട് നടന്നിട്ട് ദൈവത്തെ മഹത്വപ്പെടുത്തിയപ്പോൾ തന്നെ ദൈവത്തിന് പ്രസാദമുണ്ടെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഇന്ന് പകൽക്കാലം നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ, നമ്മുടെ പോരിൻ്റെ ആയുധം ജഡികമല്ല. കർത്താവിൻ്റെ നീതിയിലൂടെ, സത്യത്തിലൂടെ, പരമാർത്ഥ ഹൃദയത്തിലൂടെ, കർത്താവിനെ അനുസരിച്ച്, കർത്താവിൽ വിനയപ്പെട്ട്, താഴ്മയിൽ ദൈവത്തിൽ ആശ്രയിച്ച്, പരിശുദ്ധാത്മാവിന് വിധേയപ്പെട്ട് ആ കർത്താവിൻ്റെ ഇഷ്ടം ചെയ്യുന്ന മക്കളായി തീരുവാനാണ് കർത്താവിന് ഇഷ്ടം. ദൈവത്തിൻ്റെ ഇഷ്ടമനുസരിച്ച് നടക്കുന്ന ഒരു ദൈവ പൈതലാണെങ്കിൽ, ദൈവം ആഗ്രഹിക്കുന്നത് പോലെ നമ്മളായിത്തീരുകയാണെങ്കിൽ നിശ്ചയമായും ദൈവത്തിന് നമ്മളോട് പ്രസാദമുണ്ട്. പിന്നെ നമ്മളല്ല, കർത്താവിൽ നമ്മൾ വിശ്വസിച്ച്, കർത്താവിനോട് ചേരുവാൻ സ്നാനമേറ്റ ഒരു ദൈവ പൈതൽ പിന്നെ ജീവിക്കുന്നത്, നമ്മൾ ജീവിക്കുന്ന ആരാ? നമ്മളാണോ? നമ്മൾ മരിച്ചു. പിന്നെ ജീവിക്കുന്നത് ആരാണ്? ക്രിസ്തുവാണ്. ആ ക്രിസ്തുവാണെങ്കിൽ നമുക്കിത് പ്രസംഗിക്കുവാൻ കഴിയും, നമുക്കിത് മറ്റുള്ളവരെ പറഞ്ഞു മനസ്സിലാക്കാൻ കഴിയും. എന്നാൽ ഹല്ലേലൂയ, അത് ജീവിത അനുഭവത്തിനകത്ത് കൂടെ യാത്ര ചെയ്തില്ലെങ്കിൽ ഹല്ലേലൂയ, നമ്മൾ പുസ്തകത്തിലെ പശു പുല്ല് തിന്നുകയില്ല. ഇന്ന് പകൽക്കാലം സ്തോത്രം, നമുക്കൊരിക്കൽ കൂടി തീരുമാനമെടുക്കാം. നമ്മളോട് ശകാരിക്കുന്നവരോട് ശകാരിക്കാനല്ല, നമ്മളോട് ദേഷ്യപ്പെടുന്നവരോട്, കോപിക്കുന്നവരോട് ഹല്ലേലൂയ അവരോട് സമാധാനം ആചരിക്കാൻ നമ്മളെ കൊണ്ട് കഴിയുമോ? ഇന്ന് പകൽക്കാലം ഞാൻ എൻ്റെ കൂട്ടുദാസനുമായിട്ടുള്ള സംസാരത്തിൽ ഞങ്ങൾ പല കാര്യങ്ങൾ ഇങ്ങനെ ഷെയർ ചെയ്തപ്പോൾ ഞാൻ ഇങ്ങനെ സംസാരിക്കുകയുണ്ടായി. ഇവിടെ ഞാൻ അദ്ദേഹത്തോട് പറയുകയുണ്ടായി, നമ്മൾ വലിയ പ്രശ്നങ്ങളോ പ്രതികൂലങ്ങളോ ആയിരിക്കുമ്പോൾ, അല്ലെങ്കിൽ മറ്റൊരു വ്യക്തിയോട് നമുക്ക് ദേഷ്യമോ മാനസികമായി നമ്മളെ തകർത്തവരെ ഓർത്ത് നമുക്ക് ഭാരമൊക്കെ ഉള്ളപ്പോൾ ആ കാൽവറി ക്രൂശിനെ ഒന്ന് നോക്കിയാൽ മതി. ആ കർത്താവിൻ്റെ ആ സ്നേഹത്തെ ഒന്ന് കാണുമ്പോൾ ഹല്ലേലൂയ, ക്രിസ്തു നമുക്ക് വേണ്ടി മരിച്ചു, അടക്കപ്പെട്ട്, ഉയർത്തെഴുന്നേറ്റ് പിതാവിൻ്റെ വലതുഭാഗത്ത് നമുക്ക് വേണ്ടി സദാ പക്ഷപാതം ചെയ്യുന്നുണ്ട്. എന്നാൽ നമുക്ക് വേണ്ടി അവസാന തുള്ളി രക്തം വരെയും ചീന്തി ആ ജീവനെ തന്നത് വേറെ ആരുമല്ല, നമ്മുടെ കർത്താവാണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഉറച്ചു നിന്നാൽ ഒരു ശ്വാസമേ ഉള്ളൂ. നമ്മൾ അത് ചെയ്ത് കളയും, ഇത് ചെയ്യും എന്നൊക്കെ നമ്മൾ പറയുമ്പോഴും നമ്മൾ അടുത്ത നിമിഷം ജീവിച്ചിരുന്നെങ്കിലല്ലേ അത് ചെയ്യാൻ പറ്റത്തുള്ളൂ. ദൈവം ജീവൻ തന്നെങ്കിലല്ലേ പറ്റത്തുള്ളൂ. അതുകൊണ്ട് നമ്മുടെ മനസ്സിന് കുറച്ചുകൂടെ ഒരു ഹല്ലേലൂയ വിനയവും താഴ്മയും എളിമയും, ദൈവത്തിൽ കീഴ്പ്പെട്ട് ദൈവത്തിൽ ആശ്രയിക്കുവാൻ നമുക്ക് സ്വയമേ കഴിയുകയില്ല എങ്കിൽ പോലും
നമുക്ക് ദൈവസന്നിധിയിൽ കണ്ണുനീരോട് പ്രാർത്ഥിക്കുമ്പോൾ നിരന്തര കണ്ണുനീരും പ്രാർത്ഥനയും വചനധ്യാനവും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നത് പോലെ ഹല്ലേലൂയ ഉണ്ടെങ്കിൽ നിശ്ചയമായി ദൈവത്തെ ഒരു ഭയം വരും, മനുഷ്യനെ ഒരു ശങ്ക വരും, അല്ലേ? വചനം പറയുന്നതാണ്, ദൈവത്തെ ഭയപ്പെടുക, മനുഷ്യനെ ശങ്കിക്കുക. അതുകൊണ്ട് നമ്മുടെ മുന്നിൽ വെച്ചിരിക്കുന്ന ഓട്ടം അത് സ്ഥിരതയോടെ ഓടുവാൻ തക്കവണ്ണം ഹല്ലേലൂയ നമ്മുടെ പ്രവാസകാലം ഭയത്തോടും വിറയിലോടും കഴിച്ചു കൂട്ടുവാൻ തക്കവണ്ണം നമ്മുടെ ജീവിതത്തിലെ ക്രമീകരണങ്ങൾ ഏതൊക്കെ മേഖലകളിൽ വരുത്തണമോ അവിടൊക്കെയും വരുത്തിയിട്ട് നമ്മുടെ ചിന്തയിലും സംസാരത്തിലും പ്രവൃത്തിയിലും ഹല്ലേലൂയ ഏതെങ്കിലും തരത്തിലുള്ള പാരമ്പര്യമായ സ്വഭാവങ്ങൾ നമ്മളെ കീഴ്പ്പെടുത്തി വെച്ചിരിക്കുന്നുവെങ്കിൽ ഹല്ലേലൂയ നമുക്ക് എന്തെങ്കിലും ഒരു നന്മ ലഭിച്ചാൽ നമുക്കൊന്നും നിഗളിക്കാനില്ല. ദൈവ പൈതലേ, തന്നത് ദൈവമാ, നിർത്തിയത് ദൈവമാ, നമ്മൾ നിന്നതല്ല. ഏത് നിമിഷവും നമ്മൾ നേടിയതെല്ലാം ഒരു നിമിഷം കൊണ്ട് പൊലിഞ്ഞു പോകുന്ന ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. കാന്തവും ഇരുമ്പും ആകർഷിക്കുന്നത് പോലെ ലോകം നമ്മളെ അങ്ങ് അട്രാക്റ്റ് ചെയ്ത് ലോകം നമ്മളെ അതായത് ആകർഷിച്ച് ഹല്ലേലൂയ നിൽക്കുന്ന ആ അവസ്ഥയിൽ നമ്മൾ എവിടേക്കാണ് ആകർഷിക്കേണ്ടത്? ഉയരത്തിലുള്ള ആ സ്വർഗീയമായ ആ കർത്താവിങ്കിലേക്കാണ് നമ്മൾ ആകർഷിക്കേണ്ടത്. അതുകൊണ്ട് ലോകത്തുള്ളതിനെയും ലോകത്തിലുള്ളതിനെയും അല്ല നമ്മൾ ആകർഷിക്കേണ്ടത്. ഇന്ന് പകൽക്കാലം നമുക്കൊരു തീരുമാനമെടുക്കാൻ കഴിയുമോ? ദൈവമേ, മറ്റുള്ളവരോട് സ്നേഹം ആചരിപ്പാൻ, സമാധാനം ആചരിപ്പാൻ കൃപ തരണമേ നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്ന് പകൽക്കാലം നമുക്ക് മറ്റുള്ളവരോട് പോരടിക്കാനല്ല നമ്മളെ വിളിച്ചത്. ഹല്ലേലൂയ. നമ്മളെ ദ്രോഹിക്കുന്ന, നമ്മളെ വേദനിക്കുന്നവരെ, ഞാൻ ഇന്ന് നിങ്ങളോട് പറയുന്നത് പോലെ നമ്മളെ കഷ്ടപ്പെടുത്തുന്നവരെയും ഓർത്ത് ആ ഹൃദയത്തിനകത്ത് മുറിവും വേദനയും കൊണ്ട് നടക്കുമ്പോൾ ഒരു തരത്തിലും ഒരു ശാരീരികവും മാനസികവും ആത്മീയവും സൗഖ്യമില്ല. ദൈവ പൈതലേ, നമ്മുടെ ഉയർച്ചയ്ക്കും അത് പ്രതികൂലമാണ്, നമ്മുടെ സകല ഐശ്വര്യത്തിനും നന്മയ്ക്കും അത് തടസ്സമാണ്. നമ്മൾ ഒരു കാര്യം കൂടെ പറയട്ടെ, ജഡരക്തങ്ങളോടല്ല നമുക്ക് കാര്യമുള്ളത്, മനുഷ്യനോടല്ല നമുക്ക് കാര്യമുള്ളത്. നമ്മളെ ഈ തകർക്കുവാൻ നോക്കുന്ന, നമ്മളെ പ്രലോഭിപ്പിച്ച് വ്യക്തികളുമായുള്ള വാശിയും വൈരാഗ്യവും മാനസിക സംഘർഷങ്ങളും ശത്രുതാ മനോഭാവങ്ങളും ഉണ്ടാക്കുന്ന ഒരു പൈശാചിക ശക്തി ഈ ലോകത്തിലുണ്ട്. ആ അന്ധകാര ശക്തിയോടാണ് നമുക്ക് കാര്യമുള്ളത്. അവൻ്റേതായ സ്വഭാവങ്ങൾ നമ്മുടെ അകത്ത് കിടക്കുന്നിടത്തോളം കാലം നമുക്ക് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവായിട്ടൊരു കണക്ഷൻ ഉണ്ടാകത്തില്ല. കാരണം കർത്താവ് വിശുദ്ധനായ ദൈവമാണ്. അതുകൊണ്ട് നമ്മളും വിശുദ്ധരായിരിക്കണം. കർത്താവ് നിർമ്മലനാണ്, കർത്താവ് നിഷ്കളങ്കനാണ്. ഹല്ലേലൂയ. കർത്താവ് ഇയ്യോബിനെക്കുറിച്ചൊരു സാക്ഷ്യം പറഞ്ഞുവെങ്കിൽ കർത്താവിന് നിഴലായി ഇയ്യോബിനെ നമുക്ക് വേണമെങ്കിൽ കാണാം. ഹല്ലേലൂയ, സ്തോത്രം. നിർമ്മലൻ, നിഷ്കളങ്കൻ, ദോഷം വിട്ടകന്നവൻ, നിർദോഷി എന്നൊക്കെ ഒരുപാട് പര്യായപദം അതേ നല്ല സ്വഭാവമുള്ള ഒരു ഇയ്യോബിനെക്കുറിച്ച് പറയുന്നുവെങ്കിൽ അതിനേക്കാൾ എത്ര പവിത്രമായ നമ്മുടെ കർത്താവിൻ്റെ സ്വഭാവമുള്ള മക്കളായി തീരാൻ ദൈവം നമ്മളെ തൻ്റെ ആ ചങ്കിലെ ചോര ഊറ്റി വിലയ്ക്ക് വാങ്ങിച്ചുവെങ്കിൽ ഇനി നമ്മൾക്കുള്ളവരല്ല, നമ്മുടെ കർത്താവിനുള്ളതാണ്. ഞാനിത് നിങ്ങളോട് പ്രസംഗിക്കുമ്പോഴും ഞാൻ വളരെയധികം ഭയത്തോടാണ് നിങ്ങളോട് സംസാരിക്കുന്നത്. ഈ വചനം എൻ്റെ ജീവിതത്തിലും എൻ്റെ കുടുംബജീവിതത്തിലും എൻ്റെ തലമുറകളുമായി ബന്ധത്തിലും എൻ്റെ സഹോദരങ്ങളുമായിട്ടുള്ള ബന്ധത്തിലും എൻ്റെ ബന്ധുമിത്രാദികൾ ചാർച്ചക്കാർ ദേശക്കാരുമായിട്ടുള്ള ബന്ധത്തിലും ഞാൻ വിശ്വസ്തയെന്ന് എണ്ണിയെങ്കിൽ മാത്രമേ ഞാൻ നിങ്ങളോട് ഈ പ്രസംഗിച്ചത് ഹല്ലേലൂയ അത് നന്നായിരിക്കത്തുള്ളൂ. അല്ലെങ്കിൽ ആ പ്രസംഗിച്ചതിനൊരു ഞാൻ പ്രസംഗിക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിനകത്ത് അത് പരിവർത്തനം സംഭവിക്കണമെങ്കിൽ എൻ്റെ പിതാവ് എപ്പോഴും ഒരു കാര്യം പറയാറുണ്ട്, മോളെ അനുസരിക്കുന്നവർക്ക് മാത്രമേ അനുസരിപ്പിക്കാൻ കഴിയത്തുള്ളൂ എന്ന്. അതായത് നമ്മൾ അനുസരിച്ചെങ്കിൽ മാത്രമേ മറ്റൊരാളെ അനുസരിപ്പിക്കാൻ കഴിയത്തുള്ളൂ, അതേ വ്യവസ്ഥയുള്ളൂ എന്ന്. സ്തോത്രം. നമുക്ക് ദൈവത്തിൻ്റെ വചനത്തിൽ അടിയുറച്ച് ദൈവത്തിൽ ആശ്രയിച്ച് ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ആ ന്യായപ്രമാണത്തെ രാപകൽ ധ്യാനിക്കുന്ന മനുഷ്യനാ ഭാഗ്യവാൻ. അവൻ ആറ്റരികത്ത് നട്ടിരിക്കുന്നതും തക്കകാലത്ത് ഫലം കായ്ക്കുന്നതും ഇലവാടാത്തതുമായ വൃക്ഷം പോലെയിരിക്കും. അവൻ ചെയ്യുന്നതൊക്കെയും സാധിക്കും. അങ്ങനെയാണെങ്കിൽ ഇന്ന് പകൽക്കാലം നമ്മുടെ ജീവിതത്തിൽ പല മേഖലകളിലും നമുക്ക് നന്മ ലഭിക്കാൻ കഴിയാതെ പല തടസ്സങ്ങൾ മുന്നിട്ട് നിൽക്കുന്നതിൻ്റെ ഒരു കാരണം ദൈവത്തിൽ അനുസരിച്ചാണോ നമ്മൾ ജീവിക്കുന്നത്? ദൈവത്തിൻ്റെ ന്യായപ്രമാണത്തെ അല്ലെങ്കിൽ കർത്താവിൻ്റെ വചനം ഹൃദയത്തിൽ സംഗ്രഹിച്ച് ആണോ നമ്മൾ ജീവിക്കുന്നത്? ഹൃദയത്തിൽ വചനം സംഗ്രഹിക്കുമ്പോൾ നമ്മൾ പാപം ചെയ്യത്തില്ല, പ്രാർത്ഥിക്കുന്നവർ പാപം ചെയ്യത്തില്ല, ദൈവഭയമുള്ളവർ പാപം ചെയ്യത്തില്ല.
അങ്ങനെയെങ്കിൽ പാപം ചെയ്യാതിരിപ്പാൻ തക്കവണ്ണം ആ വചനം നമ്മുടെ ഹൃദയത്തിൽ സംഗ്രഹിച്ച് ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്ത്, അതെ, നമ്മുടെ ആയുധങ്ങൾ പോരിൻ്റെ ആയുധങ്ങളല്ല, നമ്മുടെ ജഡീയങ്ങളായ ആ പ്രവൃത്തികളിൽ നമുക്ക് ഇന്ന് വിടുവിക്കപ്പെടണമേ എന്ന് നമുക്ക് നമ്മുടെ കർത്താവിനോട് പ്രാർത്ഥിക്കാം. ദൈവത്തിൻ്റെ നീതി, നിഷ്കളങ്കതയും നിർമ്മലതയും നിർവ്യാജ സ്നേഹവും നീതിയും സത്യവുമൊക്കെ ഉള്ളവരായി ജീവിപ്പാൻ കൃപ തരണമേ. ആ നിത്യത നഷ്ടപ്പെടുന്ന ഒന്നും നമുക്കുണ്ടാകരുതേ എന്ന് നമ്മുടെ ദൈവത്തോട് നമുക്കിന്ന് പകൽക്കാലം പ്രാർത്ഥിക്കാം. അതുകൊണ്ട് നമ്മുടെ നന്മയെ മുടക്കുന്ന, സ്വർഗത്തിലെയും ഭൂമിയിലെയും നന്മയെ മുടക്കുന്ന, ഉയരത്തിലെയും അതേ ഭൂമിയിലെയും നന്മ മുടക്കുന്ന യാതൊന്നിലും നമ്മൾ അകപ്പെട്ടു പോകാതെ ദൈവസന്നിധിയിൽ വിശ്വസ്തയോടെ ജീവിപ്പാനുള്ള ദൈവകൃപ, മറ്റുള്ളവർ നമ്മളെ വേദനിപ്പിക്കുമ്പോൾ അവരെ ഓർത്ത് പ്രാർത്ഥിപ്പാനും അവരോട് ക്ഷമിപ്പാനും അവരോട് സഹനം കാണിപ്പാനും അവരോട് സ്നേഹമാചരിപ്പാനും പഠിപ്പിച്ചേച്ച് പോയ കർത്താവിന് മാതൃകയുള്ള നല്ല മക്കളായി തീരുവാൻ ഇന്ന് പകൽക്കാലം ദൈവം നമ്മളെ സഹായിക്കട്ടെ. നമ്മളെ ദൈവകരത്തിൽ ഏൽപ്പിച്ചു കൊടുക്കാം. നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. പ്രാർത്ഥിക്കുമ്പോൾ പ്രവർത്തിക്കുന്ന ദൈവം ഇന്ന് പകൽക്കാലം നിങ്ങളെയെല്ലാം അനുഗ്രഹിക്കും. അപ്പോൾ തന്നെ ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളും കണ്ണടച്ച് നമ്മൾ ഒരുമിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുമ്പോൾ, ഹല്ലേലൂയ, പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ ഒരുമിച്ചാണ് പ്രാർത്ഥിക്കുന്നത്. നമ്മൾ ഒരു മനസ്സോടാണ് പ്രാർത്ഥിക്കുന്നത്. നിങ്ങൾ എവിടാണോ ഇരിക്കുന്നത് അവിടെ ഇരുന്ന് ഹല്ലേലൂയ ദൈവത്തെ മഹത്വപ്പെടുത്തുമ്പോൾ, കർത്താവിൻ്റെ നാമത്തിനായി, അതേ, കർത്താവിൻ്റെ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളും നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഇന്ന് പകൽക്കാലം നിങ്ങൾ കടന്നു പോകുന്ന ഏത് പ്രതികൂലങ്ങളാണോ, ആത്മീയ തകർച്ചയാണോ, ഭൗതിക തകർച്ചയാണോ, ഏത് വിഷയത്തിലാണോ നിങ്ങൾ തകർന്നിരിക്കുന്നത്, ആ വിഷയത്തിൻ്റെ മേൽ ആമേൻ സ്തോത്രം, സർവശക്തനായ ദൈവം നമുക്ക് ഉത്തരമരുളുവാൻ തക്കവണ്ണം എന്നെ വിളിച്ചപേക്ഷിക്കുക, ഞാൻ നിനക്ക് ഉത്തരമരുളാമെന്ന് പറഞ്ഞ കർത്താവിനെ നമുക്ക് ഒരുമിച്ച് വിളിച്ചപേക്ഷിച്ച് നമുക്ക് നമ്മുടെ ആവശ്യങ്ങളെ ദൈവത്തോട് പ്രാർത്ഥിക്കാം. അല്ലെങ്കിൽ നമ്മുടെ പിതാവിനോട് നമുക്ക് സംസാരിക്കുന്നതാണ് പ്രാർത്ഥന എന്ന് പറയുന്നത്. നമ്മുടെ അപേക്ഷകളെ കഴിക്കുകയാണ്. അവൻ നമുക്ക് നമ്മുടെ അപ്പനോട് ചോദിക്കാൻ, അപ്പാ പിതാവേ എന്ന് വിളിക്കാൻ പുത്രത്തിൻ്റെ അവകാശത്തെ നമുക്ക് തന്നുവെങ്കിൽ ഇന്ന് പകൽക്കാലം നമ്മളെ തന്നെ സമ്പൂർണ്ണമായി താഴ്ത്തി ഏൽപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, സ്തോത്രം കർത്താവേ. പരിശുദ്ധനായ പിതാവേ, ഞങ്ങളെ ഒരുമിച്ച് അങ്ങയുടെ സന്നിധിയിലേക്ക് അമ്മേ ഞങ്ങൾ വരികയാണ്. ഞങ്ങൾ ഒരുമിച്ച് അങ്ങയുടെ സന്നിധിയിൽ വരുമ്പോൾ ഞങ്ങൾ കർത്താവേ അങ്ങയുടെ നാമത്തിൽ യാചിക്കുന്നതൊക്കെയും, അതേ കർത്താവേ ഹല്ലേലൂയ, അങ്ങയുടെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നതൊക്കെയും നിവൃത്തിയാകുവാൻ തക്കവണ്ണം ഞങ്ങളെ അങ്ങ് ശുദ്ധീകരിച്ചതിനായ സ്തോത്രം. ഹല്ലേലൂയ, അങ്ങ് ഏറ്റവും നന്നായി ചെയ്യുന്നത് അമ്മേ ഞങ്ങളുടെ പാപം എത്ര കടും ചുവപ്പാണെങ്കിലും അത് ഹിമം പോലെ വെളുപ്പിക്കാവുന്ന വാഗ്ദത്തം ചെയ്ത ദൈവത്തിൻ്റെ കരുണയുടെ കരം നീട്ടി ഞങ്ങളുടെ പാപങ്ങൾ, ഞങ്ങളുടെ ചിന്തകൾ, ഞങ്ങളുടെ സംസാരങ്ങൾ, ഞങ്ങളുടെ പ്രവൃത്തികൾ, ഞങ്ങളുടെ കർത്താവേ ഞങ്ങൾ മറ്റുള്ളവരുമായിട്ടുള്ള സംസാരത്തിൽ ഞങ്ങൾ സംസാരിച്ചത് താവേ ഞങ്ങളുടെ മാതാപിതാക്കളോ ഞങ്ങളുടെ സഹോദരങ്ങളുടെ കുടുംബജീവിതത്തിൽ തലമുറകളുമായുള്ള ബന്ധത്തിൽ ആമേൻ ദൈവവുമായുള്ള ബന്ധത്തിൽ കർത്താവേ നിന്റെ പരിശുദ്ധാത്മനെ ദുഃഖിപ്പിച്ച എന്തെങ്കിലും വിഷയങ്ങളുണ്ടെങ്കിൽ ഞങ്ങൾ ഇന്ന് അങ്ങയോട് ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുമ്പോൾ തന്നെ ആ ഉപേക്ഷിച്ചത് പാപത്തിൽ നിന്നും പിന്നെ ഞങ്ങൾ അകപ്പെട്ടു പോകാതിരിപ്പാൻ തക്കവണ്ണം കർത്താവേ ശത്രു ഞങ്ങളെക്കുറിച്ച് അപവാദം പറയാതിരിപ്പാൻ തക്കവണ്ണം ഹല്ലേലൂയ ഞങ്ങൾ പകൽക്കാലം നിരപ്പ് പ്രാപിപ്പാൻ അങ്ങയുടെ കൃപ ഞങ്ങൾക്ക് അത്യന്താപേക്ഷിതമാണ് കർത്താവേ. ഞങ്ങളെ സമ്പൂർണ്ണമായി താഴ്ത്തുകയാണ്. എൻ്റെ കർത്താവെ പ്രാർത്ഥന കേൾക്കുന്ന ഹല്ലേലൂയ സ്തോത്രം, അതുപോലെ ഞങ്ങളുടെ പാട്ടും അതേ പ്രാർത്ഥനയും ഞങ്ങൾ അയക്കുന്ന സന്ദേശവും കേൾക്കുന്ന നിൻ്റെ മക്കൾ ആരൊക്കെ ഞങ്ങളോടൊപ്പമായിരിക്കുന്നോ, ഇനി കേൾക്കുവാനിരിക്കുന്ന നിൻ്റെ കുഞ്ഞുങ്ങളും കർത്താവെ ഞങ്ങൾ അവർ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ തന്നെ ഞങ്ങളുടെ ജീവിതത്തിലെ പല മേഖലകളിൽ ഞങ്ങൾ കയറി വരേണ്ടതായിട്ടുണ്ട്. ഇന്ന് പകൽക്കാലം ഞങ്ങൾക്ക് അതിനുള്ള ശക്തിയും കൃപയും ബലവും തരണമേ. ശത്രുവിൻ്റെ ആരവ നിമിത്തം, ദുഷ്ടന്റെ പീഡ നിമിത്തം ഞങ്ങൾ വല്ലാതെ പൊറുതിയില്ലാതെ ഞരങ്ങുമ്പോൾ ദൈവത്തിൻ്റെ അത്യന്ത ശക്തി വ്യാപരിച്ച് ആമേൻ ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങളെ ജയിക്കില്ല. സകല പാതാള ശക്തികളെയും സകല കർത്താവെ ജഡികങ്ങളായ പോരുകൾ, അന്ധകാര ശക്തി ഞങ്ങളെ തകർക്കുവാൻ നോക്കുമ്പോൾ ഹല്ലേലൂയ ഞങ്ങൾ അനുഭവിക്കേണ്ട ആത്മീയ ഭൗതിക നന്മകൾ സ്തോത്രം ഹല്ലേലൂയ ലഭിക്കേണ്ടതുപോലെ ലഭിക്കുവാൻ നോക്കണം. തടസ്സമാക്കി നിൽക്കുന്നത് ഞങ്ങളുടെ ജീവിതത്തിലെ ഞങ്ങൾ ഏതെങ്കിലും തരത്തിൽ ക്രമീകരിക്കപ്പെടുവാനുണ്ടെങ്കിൽ, ഞങ്ങളുടെ മനസ്സിനും ശരീരത്തിനും ആത്മാവിനും ദൈവത്തിന് നിരക്കാത്തത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞങ്ങളുടെ കുറവുകളെയും ബലഹീനതകളെയും ക്ഷമിക്കണമെന്ന് ഞങ്ങൾ ഒരുമിച്ച് സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഞങ്ങളെ കർത്താവെ ആ തങ്കച്ചോര കൊണ്ട് കഴുകി വെടിപ്പാക്കണമേ. ഞങ്ങളെ നിർമ്മലമാക്കേണ്ടത് ഈ സോപ്പ് കൊണ്ട് ഞങ്ങളെ കഴുകണമേ കർത്താവെ. ഇന്ന് പകൽക്കാലം നിൻ്റെ കുഞ്ഞുങ്ങളെ എല്ലാം അങ്ങ് അനുഗ്രഹിക്കണം. ഏതൊക്കെ വിഷയത്തിൽ നിൻ്റെ മക്കൾ ഭാരത്തോട് പ്രയാസത്തോട് സ്തോത്ര ഹല്ലേലൂയ ഈ പ്രാർത്ഥനയ്ക്ക് മുമ്പിൽ ആയിരിക്കുന്നുവോ അവരുടെ മേലൊരു ദൈവപ്രവൃത്തി വെളിപ്പെട്ട് സർവശക്തനായ ദൈവം ജീവിക്കുന്നു, സൃഷ്ടാവാം ദൈവം ജീവിക്കുന്നു. ഒരു ഉടയവൻ ഞങ്ങൾക്കുണ്ട്, ഞങ്ങൾക്കൊരു അപ്പാ പിതാവേ എന്ന് വിളിക്കും
പ്രവർത്തിക്കുവാൻ പുത്രത്തിൻ്റെ ആത്മാവിനെ തന്ന നല്ലൊരു ദൈവമുണ്ട്. ആ ദൈവത്തിന് സകലവും കഴിയും. ആ ദൈവത്തിന് കഴിയാത്തത് ഒന്നുമില്ല എന്ന് ഒന്നുകൂടെ ഞങ്ങൾക്ക് ഇന്ന് പറയുവാൻ തക്കവണ്ണം ദൈവം ഞങ്ങളെ സഹായിച്ചത് ഓർത്ത് സ്തോത്രം. കർത്താവേ, എല്ലാ മക്കളെയും ഓർത്ത് മാതാപിതാക്കൾ, സഹോദരങ്ങൾ, കുഞ്ഞുങ്ങൾ ഏതൊക്കെ തരത്തിൽ കഷ്ടത അനുഭവിക്കുന്നു അവരുടെ മേൽ ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ ഒരുമിച്ച് കർത്താവെ കർണാടക സംസ്ഥാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഈ ദേശത്തോട് കരുണ തോന്നണമേ. 31 ജില്ലകളിൽ ഒരു ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടണമേ. ഉൾഗ്രാമങ്ങളിലൊക്കെ സുവിശേഷമായി പോകുവാൻ കർത്തൃദാസന്മാരെ ഞങ്ങളെ ബലപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. അനേക ആത്മാക്കൾ, കോടിക്കണക്കിന് ജനങ്ങൾ വിടുവിക്കപ്പെടുവാൻ കിടക്കുന്ന കർത്താവെ, എവിടൊക്കെയാണോ അവിടെ പോകേണ്ടിടത്ത് ഞങ്ങളെ അയക്കണമേ എന്ന് അടിയനിതായെന്ന് കർത്താവെ ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിൻ്റെ ഇഷ്ടം എവിടൊക്കെ, ആരെയൊക്കെ, ഏതൊക്കെ തരത്തിൽ, എവിടൊക്കെ, എങ്ങനെ ആയിരിക്കണമെന്ന് കർത്താവാണ് തീരുമാനിക്കുന്നത്. ഇന്ന് പകൽക്കാലം ഞങ്ങൾ ഒരുമിച്ച് അതിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ഇവിടെയുള്ള കർത്തൃദാസന്മാർ, ആലയങ്ങൾ, ആലയത്തിലുള്ള കർത്തൃദാസന്മാർ, കുടുംബങ്ങൾ, വിശ്വാസി സമൂഹങ്ങൾ, കർത്താവ് എല്ലാവരെയും തിരുക്കരങ്ങളിൽ ഏൽപ്പിക്കുന്ന യേശു ക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിച്ച് യേശുവിനോട് ചേരുവാൻ സ്നാനമേറ്റ് കർത്താവിനെ സത്യത്തിലും ആത്മാവിലും ആരാധിക്കുന്നതിൻ്റെ കുഞ്ഞുങ്ങൾ, കർത്താവ് എല്ലാ മതവിഭാഗത്തിലുള്ള മക്കൾ എല്ലാവരെയും നിൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് സ്തോത്രം ചെയ്ത് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഡിനോമിനേഷൻ ഇല്ലാതെ എല്ലാവരെയും ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, മത നേതാക്കന്മാർ, ഭരണാധികാരികൾ, ഹല്ലേലൂയ, രാഷ്ട്രീയ നേതാക്കന്മാർ, സൊസൈറ്റി സംഘടന, കർത്താവെ, സകല വ്യാപാരി, കർത്താവെ, സകല മേഖലകളിലുള്ള ജനത്തെ തിരുക്കരങ്ങളിൽ ഏൽപ്പിച്ച് സ്തോത്രം ചെയ്ത് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഏതൊക്കെ കഷ്ടത്തിൽ കൂടി കടന്നു പോകുന്ന ജനം ഇവിടെ ഉണ്ടോ അവരെല്ലാം അനുഗ്രഹിക്കണമേ. കർത്താവെ, സ്തോത്രം. യൗവനക്കാർ, കുഞ്ഞുങ്ങൾ ഒരുപാട് പേര് കോളേജുകളും സ്കൂളുകളിലൊക്കെ പഠിക്കാനായി ഇവിടെ വന്നിട്ടുണ്ട്. അവരുടെ മാതാപിതാക്കൾ ഇവിടെ ഇല്ല. അവരായിരിക്കുന്നിടത്തൊക്കെ വിശ്വസ്തയോട് ജീവിപ്പാൻ തക്കവണ്ണം കോളേജിൽ പോവുകയും കർത്താവെ ക്ലാസ്സിലായിരിക്കുമ്പോഴും ഭവനത്തിലായിരിക്കുമ്പോഴും അതേ അവരായിരിക്കുന്ന PGയിലും ഹല്ലേലൂയ ഹോസ്റ്റലും ഒക്കെ ആയിരിക്കുന്ന മക്കളെ തിരുക്കരങ്ങൾ ഏൽപ്പിക്കുന്നു. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിന് വിധേയപ്പെട്ട് ജീവിപ്പാൻ മക്കളെ എല്ലാം സഹായിക്കണമേ. യൗവനകാലം തുച്ഛീകരിക്കുക അനുവദിക്കരുതേ എന്ന് പ്രാർത്ഥിക്കുന്നു. സകല മക്കളെയും അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു കർത്താവേ. താവേ, ഞങ്ങൾ ഒരുമിച്ച് ഹല്ലേലൂയ ഈ കേരള സംസ്ഥാനത്തിന് വേണ്ടിയും കൂടെ പ്രാർത്ഥിക്കുന്നു. 14 ജില്ലകളിൽ ഒരു ദൈവപ്രവൃത്തി വെളിപ്പെടണമേ. സകല ജനത്തെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവേ. നിന്റെ കൃപയും സത്യവും സ്നേഹവും സമാധാനവും കൊണ്ട് എല്ലാ ജനത്തെ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കണമേ എന്ന് അപേക്ഷിച്ച് നിന്റെ നാമത്തിൽ ഹല്ലേലൂയ ഞങ്ങൾക്ക് തന്ന കർത്താവേ നന്മകളെയൊക്കെ ഓർത്ത് ഞങ്ങൾ സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്നു കർത്താവേ. നിന്റെ മക്കൾ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരുണ്ട്. ഹല്ലേലൂയ, ഞങ്ങളെ ഓർത്ത് കർത്താവേ അവരുടെ ശാരീരികവും അവരുടെ കർത്താവെ മാനസികവും ആത്മീയവും ഞങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യുന്ന നിന്റെ കുഞ്ഞുങ്ങളെ എല്ലാം ഓർത്ത് സ്തോത്രം ചെയ്ത് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവേ. എല്ലാവരെയും ഒരുപോലെ അനുഗ്രഹിക്കണമേ കർത്താവെ. 28 സ്റ്റേറ്റിൽ 9, ഇന്ത്യയിലുള്ള 28 സ്റ്റേറ്റിൽ 9 കേന്ദ്രഭരണ പ്രദേശത്ത് ഒരു ദൈവപ്രവൃത്തി വെളിപ്പെടണമേ. ഉണർവ് ശക്തമായ കാറ്റയക്കണമേ. ഈ ആണ്ട് കഴിയുന്ന ദൈവത്തിൻ്റെ മഹത്വം ഇറങ്ങണമേ എന്ന് പ്രാർത്ഥിക്കുന്നു യേശുവേ. ജയിലറുകളിലൊക്കെ കിടക്കുന്ന മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. നാളെ കർത്താവെ കേസിൻ്റെ വിധിയൊക്കെ ആയി കഴിയുന്ന ഒരു കൂട്ടം ജനമുണ്ടല്ലോ, അവരുടെ മേലൊക്കെ ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടണമേ എന്ന് സ്തോത്രം പ്രാർത്ഥിക്കണമേ എന്ന് അപേക്ഷിച്ച് നിന്റെ മക്കളെ എല്ലാം ഓർക്കുന്നു കർത്താവെ. ശാരീരികമായ ക്ലേശം അനുഭവിക്കുന്നവര്, അമേ സ്തോത്ര, ജോലിയില ഭാരപ്പെടുന്നവര്, ഹല്ലേലൂയ, കുഞ്ഞുങ്ങളുടെ കാര്യം ഓർത്ത് ഭാരപ്പെടുന്നവര്, കുടുംബജീവിതത്തിലായിട്ടുള്ള മക്കള് കർത്താവെ പ്രതികൂലമായി നിന്ന് മാതാപിതാക്കൾ സങ്കടപ്പെടുന്നവർ, പ്രാർത്ഥിക്കുവാൻ അപേക്ഷിച്ചവര്, ഹല്ലേലൂയ, വിവിധ കഷ്ടങ്ങൾ കൂടി കടന്നു പോകുന്ന നിന്റെ മക്കള്, ഹല്ലേലൂയ, ദൈവത്തിന്റെ പ്രവൃത്തി അവരുടെ മേലെല്ലാം വെളിപ്പെടുവാൻ വിവാഹപ്രായ തലമുറകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. വിദ്യാഭ്യാസം ചെയ്യാൻ സാമ്പത്തിക കഷ്ടം അനുഭവിക്കുന്ന മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഏതൊക്കെ വിഷയത്തിൽ പ്രായാധിക്യമായ മാതാപിതാക്കളെ മക്കൾ നോക്കുവാനില്ലാതെ ഭാരപ്പെട്ട് സങ്കടത്തോട് കഴിയുന്ന ഞങ്ങളുടെ പ്രായമായ മാതാപിതാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. എവിടൊക്കെ അവർ കഷ്ടം അനുഭവിക്കുന്നു ദൈവമേ, അവരെ നോക്കുവാനുള്ള നല്ല മനസ്സ് കുഞ്ഞുങ്ങൾക്ക് കൊടുത്ത് അവരെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന യേശുവിൻ്റെ നാമത്തിൽ. കർത്താവെ, വിദേശത്തും സ്വദേശത്തും അന്യ സംസ്ഥാനങ്ങളായിരിക്കുന്ന എല്ലാ ജനത്തെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന സഹോദരങ്ങൾ, ബന്ധുക്കൾ, ചാർച്ചക്കാർ, അമേൻ 5 ഭൂഖണ്ഡങ്ങളിലെ ദൈവത്തിൻ്റെ മക്കൾ, കർത്താവെ, ജനവാസയോഗ്യമുള്ള എല്ലാ രാജ്യങ്ങളിലെ സകല ജനത്തെയും ഓർത്ത് സ്തോത്രം ചെയ്ത് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു പിതാവേ. സകലരെയും അനുഗ്രഹിക്കണമേ. എല്ലാവരും അനുഗ്രഹം പ്രാപിച്ച് എല്ലാവരും നിത്യതയിലെത്തുവാൻ, ഒറ്റയാത്മാവ് പോൽ നഷ്ടപ്പെട്ടു എൻ്റെ കർത്താവിന് ഇഷ്ടമില്ല. സകല ജനവും വിടുവിപ്പിക്കപ്പെടുവാൻ ഞങ്ങളെല്ലാവരെയും ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. എല്ലാ മേഖലകളിലുള്ള ജനത്തെ ഓർത്ത് ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവേ. അങ്ങയുടെ കരുണയും കൃപയും സാന്നിധ്യം കൊണ്ട് എല്ലാവരെയും നിറയ്ക്കണമേ. ഇന്ന് പകൽക്കാലം ഞങ്ങൾക്ക് തന്ന നല്ല കൂട്ടായ്മയ്ക്കായി സ്തോത്രം. ഞങ്ങളുടെ കൂട്ടായ്മയ്ക്ക്, ഞങ്ങളുടെ പ്രാർത്ഥനയ്ക്ക്, അത് ഞങ്ങളുടെ പാട്ട്, പ്രാർത്ഥന, ഞങ്ങളുടെ സകല മേഖലകളിൽ ഞങ്ങൾ കർത്താവുമായുള്ള ബന്ധത്തിൽ ഞങ്ങൾ ഒരുമിച്ചിരിക്കുമ്പോൾ അതിന് തടസ്സമായി വിരുദ്ധമായി നിൽക്കുന്ന സകല പൈശാചിക ശക്തികളും സകല പോരിൻ്റെ ആയുധങ്ങളുടെ മേലും നസ്രയനായ യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ ഒരുമിച്ച് ജയമെടുക്കുകയാണ്. ദൈവാധിപത്യം വെളിപ്പെടട്ടെ കർത്താവേ. ഇന്ന് പകൽക്കാലം ഞങ്ങളെ ജയോത്സവമായി നടത്തും. നാളെ കാണുന്നവരെ രക്തക്കോട്ടയെ മറയ്ക്കും. അങ്ങയുടെ കൃപയ്ക്കുള്ളിൽ ഞങ്ങളെ മറച്ചതിനായി നന്ദി പറയുന്നു. അങ്ങ് ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടിരിക്കാൻ സ്തോത്രം, യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ
ആമേൻ. ഇന്ന് പകൽക്കാലവും ദൈവികമായ സമാധാനവും അനുഗ്രഹവും ആശ്വാസത്താലും നിങ്ങളെ എല്ലാവരെയും നിറയ്ക്കുമാറാകട്ടെ. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.